ചേട്ടൻ മാരീഡ് അല്ലേ? ഒരു വട്ടം. അത് മതിയോ? ചേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ പെണ്ണുങ്ങളുടെ ഡിമാൻഡ്, അതെന്താണ് ചേട്ടാ? അതൊന്ന് വ്യക്തമാക്കി പറയാം. അപ്പൊ ആളുകൾ ആദ്യമേ സെക്സ് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ, ഇതിന് വേണ്ടിട്ട് ഒരു ലൈഫ് മുഴുവൻ ഒരാളുടെ കൂടെ കഴിയേണ്ട കാര്യമില്ല എന്നുള്ളത്. അപ്പം നമസ്കാരം. നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ സ്വന്തം പ്രശാന്ത് മുരളി ചേട്ടനാണ്. വയസ്സ് എത്രയായി എന്ന സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പോൾ വെൽക്കം ചേട്ടാ. നമസ്കാരം ചേട്ടാ. അപ്പോൾ എന്താണ് ഇതിന് വിശേഷം? ഇതൊരു ഫാമിലി കോമഡി എന്റർടൈനർ ആണ്. വടകരയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള പടമാണ്. ഈ പ്രത്യേകിച്ച് നോർത്ത് കേരളത്തിലേക്ക്, മലബാർ ഏരിയയിലേക്കൊക്കെ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ട് ഒരു പ്രശ്നമാണ് ശരിക്കും. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ കിട്ടുന്നില്ല, കല്യാണം കഴിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു സാധനം. അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഡിമാൻഡ് കൊണ്ട് എന്താണ് പല വിവാഹങ്ങളും പല ആണുങ്ങളും പെണ്ണ് കിട്ടാതെ നിൽക്കുന്നു. നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെയാണല്ലോ അതിന് തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ എനിക്കിത് ഇത്ര ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലാണ് നമ്മൾ വെറുതെ കയറിയിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലൊരു ചേട്ടനുണ്ട്, എപ്പോഴും നടക്കും, അതിലേക്ക് നടക്കും. വലിയ സംസാരമൊന്നുമില്ല, വലിയ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ആ പുള്ളിയുടെ അമ്മയാണ് പറഞ്ഞത് അവൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന്. ആണോ? ആ മോനെ, ഇനിയിപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാൽ എന്താവും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതിപ്പോൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ ആ ആണിൻ്റെ ഇത് മാത്രമല്ല നോക്കുന്നു, പെർസ്പെക്റ്റീവ് മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷേ അയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബം, അമ്മ, അവരുടെയൊക്കെ ഒരു എന്താണ് ഇച്ഛാഭംഗം ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ന് മനസ്സിലായി. ചേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ പെണ്ണുങ്ങളുടെ ഡിമാൻഡ്, അതെന്താണ് ചേട്ടാ? അതൊന്ന് വ്യക്തമാക്കി പറയാം. ആ ഏരിയയിലേക്കൊക്കെ അത് മൊത്തത്തില് അത് എന്ത് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവര് കൂടുതലായിട്ടും ഗവൺമെന്റ് ജോലിക്കാരുണ്ടോ എന്നാണ് നോക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം വരുന്ന എന്തെങ്കിലും പരിപാടിയാണോ? ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ നോക്കുന്ന ആളുകൾ കുറവാണ്. നമ്മുടെ ഏരിയയിൽ അല്ലെ നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ കുറവാണ്. പക്ഷെ അവിടെ അങ്ങനെ ഉണ്ട്. അതെ അതെ അതെ. അങ്ങനെയുള്ള ആളുകളൊക്കെ റിപ്രസെന്റ് ചെയ്യുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ ഈ പടത്തില്. അപ്പൊ ഈ വയസ്സ് എത്രയായി എന്നുള്ള ഒരു ടൈറ്റിൽ തന്നെ ഒരു ഡിഫറെന്റ് ടൈറ്റിലാണ്. അതെ അതെ. അതിന്റെ അടിയിൽ ഒരു 30 അത് കഴിഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, ഈ വയസ്സ് എത്രയായി നമ്മള് 30 കഴിഞ്ഞാൽ പിന്നെ നമ്മള് അല്ലെ 40-നോടൊക്കെ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ 30 എന്നൊക്കെ പറഞ്ഞങ്ങ് നിർത്തുള്ളൂ. അപ്പൊ ഈ സിനിമയിലാണെങ്കിലും പല ഇൻസിഡൻസ് ഉണ്ട്. അന്ന് ഇപ്പൊ നായകനോട് ഈ കഥാപാത്രത്തോട് ചോദിക്കും വയസ്സ് എത്രയെന്ന്. അപ്പൊ കഥാപാത്രം 30 എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ മൂന്നാം ചാടിക്കർ പറയും 31. അപ്പൊ അയാൾ നോക്കിയിട്ട് 31. അങ്ങനെ അതിനൊരു ഉത്തരവില്ലാത്ത ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥ. അജിനോമോട്ടോ എന്ന വെബ് സീരീസിനകത്ത് സൈക്കോ ക്യാരക്ടർ ആണല്ലോ. അപ്പൊ അതും ഇതുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതെങ്ങനെ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ? സാധാരണ കോമഡിയൻ, ജീവിതത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടാണേലും ശാരീരികമായിട്ടാണേലും ആവതില്ലാത്ത ഒരു കഥാപാത്രം. അത് നായിക പോസ്റ്റർ മറ്റേ ബാനറിലൊന്നും കാണുന്നില്ല. അപ്പൊ അത് കിട്ടിയില്ലേ? പെണ്ണ് കിട്ടിയില്ലേ? കിട്ടുമില്ല എന്നുള്ളതാണ് സിനിമയുടെ ഒരു ഇതല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഡയറക്ടർ സാറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ടർ സാറൊക്കെ അടിപൊളി, ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ബാക്കിയുള്ള ക്രൂസ് എല്ലാവരും, പ്രൊഡ്യൂസർ ആണെങ്കിലും പ്രൊഡ്യൂസർ തന്നെയാണ് ഇത് എഴുതിയേക്കുന്നത്, സ്റ്റോറി എഴുതിയേക്കുന്നത്. അയാൾ തന്നെ ഇതിനകത്തൊരു ഒരു റോള് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട. അപ്പൊ അങ്ങനെ മൊത്തത്തില് കലാകാരുടെ ഒരു സംഗമത്തിലേക്കാണ് ഞാൻ പോയി പെട്ടത്. അപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണോ വന്നത്? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. പിന്നെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. സ്ട്രഗിൾ ഇല്ലാതെ വരാൻ പറ്റുന്ന ഫീൽഡ് അല്ലല്ലോ. ഇപ്പൊ എത്ര ആയി കാണും? എത്ര മൂവീസ് ചെയ്തിട്ടുണ്ടാവും? ഏകദേശം 30 ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ജനറേഷൻ എന്ന് പറയുന്നത് ചിലർക്ക് കല്യാണം കഴിക്കണം എന്നില്ല. ഇപ്പൊ എല്ലാ ലേഡീസ് ആണെങ്കിലും എല്ലാരും പറയുന്നുണ്ടല്ലോ കല്യാണം ഇല്ലെങ്കിലും ഓക്കെ ആണ്. ചിലർക്ക് ലിവിങ്, ചിലർക്ക് കല്യാണം കഴിക്കണം. അപ്പം അതിനെ കുറിച്ച് എന്താണ്? ഭയങ്കര തിരിച്ചറിവല്ലേ. നമ്മള് വിവാഹം എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണെന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പം നമ്മളീ കഴിച്ചു കഴിയുന്ന ഒരു തമാശ രൂപേണയും അല്ലാതെയൊക്കെ പറയുന്ന ഒരു കഴിക്കണ്ടായിരുന്നു. അതായത് അത് അത്രയ്ക്ക് അതങ്ങനെ തിരിച്ചറിയാം. ഒരു കാലഘട്ടം വരെ അതാണെന്ന് അറിയില്ലായിരുന്നു. കാരണം സെക്സ് എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണല്ലോ. അപ്പൊ അത് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആയി, നമ്മൾ കുറച്ചുകൂടെ പല കൾച്ചറുകൾ കാണാൻ തുടങ്ങി. അപ്പൊ ആളുകൾ ആദ്യമേ സെക്സ് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ, ഇതിന് വേണ്ടിട്ട് ഒരു ലൈഫ് മുഴുവൻ ഒരാളുടെ കൂടെ കഴിയേണ്ട കാര്യമില്ല എന്നുള്ള പിന്നെ അത് ഭയങ്കര അതിനപ്പുറത്തേക്ക് ഒരു സംഭവം നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ കല്യാണം കഴിക്കാം. സെക്സിനപ്പുറത്തേക്ക് നമ്മൾ ഒരാളുമായിട്ട് കണക്ട് ആവുന്നു, അല്ലെങ്കിൽ അയാൾ നമ്മളെ മനസ്സിലാക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ മീനിങ് ആയിട്ട് തോന്നും. അതിന് മുകളില് നമ്മളെ ഒരാൾക്ക് കൊടുക്കാം എന്ന് തോന്നുന്ന വലിയൊരു സംഭവമാണ്. അത് കണ്ടെത്തൽ ഉണ്ടായി കഴിഞ്ഞാൽ കല്യാണം എന്ന് പറയുന്നത് അത് വിശ്വസിച്ച് കല്യാണം കഴിക്കുക, അത് അടിപൊളിയായിരിക്കും.
ചേട്ടൻ മാരീഡ് അല്ലേ? അപ്പൊ ഒരു വട്ടം. ഒരു കേട്ടോ, അത് മതിയോ? അപ്പൊ കല്യാണം കഴിഞ്ഞു? അതോ കല്യാണം കഴിഞ്ഞില്ല? കഴിഞ്ഞു. ഓക്കെ, കുട്ടികൾ? 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ. അപ്പൊ എങ്ങനെയുണ്ട് ലൈഫ്? അടിപൊളിയാണ്. അടിപൊളി. ഇളയതാണ്. ആഹാ, അടിപൊളി. പാക്ക് തന്നെയാണ്, ഒരു ഫാമിലി പാനാണ്. ഫാമിലി പാക്ക് ആണ്. അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വയസ്സ് എത്രയായി എന്നുള്ള സിനിമയിൽ പ്രേക്ഷകരോട് എന്താണ് ചേട്ടൻ പറയാനുള്ളത്? ഇല്ല, ഇതൊരു എന്റർടൈനർ ആണ്. ഇതിനകത്ത് നമുക്ക് മെസ്സേജുകളൊന്നുമില്ല. ഇത് നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ആളുകൾ റിപ്രസെന്റ് ചെയ്യുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങളോട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്ലോട്ടും സ്ക്രിപ്റ്റും ഡയറക്ഷനും സിനിമാറ്റോഗ്രഫി എല്ലാം ഉള്ള ഒരു പടമാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക, പറ്റുവാണെങ്കിൽ കാണുക. കാരണം എൻ്റെ കരിയറിൽ തന്നെ ഞാൻ വലിയ ആളാന്ന്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല, പക്ഷേ എൻ്റെ ഒരു 100% ഇട്ട് ഞാൻ ചെയ്തിട്ടുള്ള പടമാണെന്ന് എൻ്റെ മനസാക്ഷിയെ തൊട്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പം കണ്ടിട്ട് നിങ്ങൾ അത് അങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇത് ലീഡിങ് റോൾ എന്ന് പറയുമ്പോൾ മാറില്ല. ലീഡിംഗ് റോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പൊ ഇത്രയും നാള് ലീഡിംഗ് റോള് കിട്ടാതെ അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് വരും. ഇല്ലില്ല, എനിക്കത് വന്നില്ലല്ലോ ആ ക്യാരക്ടർ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സോ കിട്ടുന്നത് ഹാപ്പിയാണ്. അപ്പൊ ഇപ്പോഴത്തെ ലൈഫിൽ ഹാപ്പിയാണ് പിന്നെ 100%. ഓക്കെ, അപ്പൊ ഒരുപാട് ഇനിയും നല്ല നല്ല പ്രോജക്ട്സ് കിട്ടട്ടെ. നെക്സ്റ്റ് പ്രോജക്ട് ഏതൊക്കെയാണ്? ഇനി നെക്സ്റ്റ് ആഷിക്കാട് റൈഫിൾ ക്ലബിലുണ്ട്, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോജക്ട്. അപ്പൊ ഇനി അങ്ങോട്ട് ഇനി നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റില്ല, ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ, അടിപൊളിയായിട്ട് നല്ല ക്യാരക്ടർ റോൾ ചെയ്യാൻ പറ്റട്ടെ ചേട്ടന്. എല്ലാവിധ സന്തോഷം. അതുപോലെ വയസ്സ് എത്രയായി അതുപോലെ നല്ല ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.